ഇന്ന് നമുക്ക് ജാപ്പനീസ് സ്റ്റൈലിലുള്ള എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. ടൊമാറ്റോ സാൻഡോ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. ഇതിന് നമുക്ക് മിൽക്ക് ബ്രെഡ് ആണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 4 പുഴുങ്ങിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. പിന്നെ അതിലോട്ട് 2 സ്പൂൺ മയോണൈസ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ഒരു നുള്ള പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിന് 4 പുറമുള്ള ആ ഒരു ബ്രൗൺ കളർ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നല്ല കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം മറ്റേ സ്ലൈസും കൂടി മുകളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. 2 പീസായിട്ടോ 3 പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.